പണ്ടൊക്കെ മാരുതി സുസുക്കി എന്ന് പറയുമ്പോ നമ്മളോട് ഇപ്പൊ നമ്മ വീഡിയോ ചെയ്യുമ്പോ തന്നെ കമന്റില് പപ്പടം വണ്ടി അങ്ങനെ ഇങ്ങനെയെന്നാണ് ആൾക്കാർ ഒരു ധാരണ. പക്ഷെ മാരുതി സുസുക്കി ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു വിക്ടോറിയസിലും ഡിസയറിലും 5 സ്റ്റാർ സേഫ്റ്റി ആണ് കൊണ്ടുവന്നിട്ടില്ല. ഭാരത് എൻക്യാപ്പിൽ വണ്ടി നല്ല സേഫ്റ്റി ആണ്. അതൊരു കാരണമായിട്ട് തന്നെയാണ് ബ്രോ എടുത്തത്. സത്യം അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. വളരെ ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്, നമ്മളിപ്പോ ഓട്ടോമോട്ടീവ് കണ്ടന്റ് ചെയ്യണോണ്ട് പറയാണ്, നിങ്ങൾ എന്തായാലും ഡാഷ് ക്യാം വെക്കണം. അത് ആരും എങ്ങനെയായാലും വേണ്ടില്ല, ഡാഷ് ക്യാം വെക്കണം. അത് മിനിമം ഒരു റിക്വയർമെന്റ് ആയിട്ട്. ഇനി എനിക്ക് തോന്നുന്നു ബേസ് മോഡൽ ബാക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു സാധനം നോക്കല്ല. നമ്മള് വണ്ടി എടുത്തിട്ട് എന്താ പറയാ, നമ്മളെ തോന്നിയ പോലെ ഓടിക്കൂലെ. അപ്പം ഇപ്പൊ ഈ ക്യാമറ വെച്ചോണ്ട് മാത്രം ഞാൻ വല്ല സ്പീഡ് എടുക്കാതെ എന്താ പറയാ ഒരു 80 ക്രൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഇത് ഏറ്റവും പുതിയ വിക്ടോറിയസ് ആണ്, മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ വിക്ടോറിയസ്. ഈ ഒരു വിക്ടോറിയസ് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസർ ഉണ്ട്. CV കാറ്റഗറിയിൽ തന്നെ മാരുതി സുസുക്കിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം കൂടിയാണ് വിക്ടോറിയസ്. ഈ ഒരു വിക്ടോറിയസ് ഉപയോഗിക്കുന്ന യൂസറോട് നമുക്ക് ചോദിക്കാം, അതായത് ബ്രിസ എടുക്കാൻ പോകുന്നവർക്ക് ഇതാണോ എടുക്കുന്ന ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ക്രെട്ട എടുക്കാൻ പോകുന്നവർക്ക് ഇത് എടുക്കുന്നത് കൊണ്ടാണോ ബെനിഫിറ്റ്സ്, അതുപോലെ ഇതിൻ്റെ മൈലേജ്, ഇതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് യൂസറോട് ചോദിക്കാം. ഈ ഒരു വിക്ടോറിയസ് ഇപ്പം മാരുതി സുസുക്കി പുതുതായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാഹനം കൂടിയാണ് വിക്ടോറിയസ്. അപ്പോൾ എൻ്റെ പേര് വൈശാഖ് എന്നാണ്. ഞാനിപ്പം ഈ വിക്ടോറിയസിൻ്റെ യൂസറാണ്. ഓൾമോസ്റ്റ് ഇപ്പം ഒരു 10 മാസത്തിനടുത്തായി വിക്ടോറിയസ് യൂസ് ചെയ്യുന്നു. ഏകദേശം ഫസ്റ്റ് ബാച്ചിൽ തന്നെ കിട്ടിയതാണ് വണ്ടി. LXi ബേസ് മോഡലാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു ഡ്രൈവ് പോവാന്ന് വിക്ടോറിയസ് എടുത്തിട്ട്. അങ്ങനെ ബ്രോനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ബ്രോ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന ഒരാളാണ്. എന്ത് ബ്രോ ചാനലിന്റെ? ഓട്ടോ ഡ്രിഫ്റ്റ് 360 എന്നാണ് ചാനലിന്റെ പേര്. ഏകദേശം തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഒരേ പാഷൻ, നമ്മളിപ്പോൾ ഒരേ തൂവൽ പക്ഷികളാണ്. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ അത് പറയാണ്. അപ്പോൾ വണ്ടിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ കമന്റ്സ് റിപ്ലൈ തരും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വിളിക്കുക, സംസാരിക്കാം. നമുക്ക് ഈ വണ്ടിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ? നമുക്ക് വിക്ടോറിയസിനെ കുറിച്ചിട്ട് ബ്രോ ഇത് പറഞ്ഞ LXi വേരിയന്റ് ബേസ് മോഡലാണ്. LXi വേരിയന്റ് ആണ് എടുത്തിരിക്കുന്നത്. അന്ന് ഏകദേശം 12.75 എനിക്ക് ഓൺ റോഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓഫർ ഉണ്ട്, കുറച്ച് സങ്കടം ഉണ്ട്. കാരണം 75 രൂപ 1 ലക്ഷം രൂപേന്റെ അടുത്ത് ഓഫർ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. വണ്ടി അത്രയും ഇപ്പം ആൾക്കാർ എടുക്കുന്നുണ്ട്. കാര്യം ആദ്യം ഞാൻ റോട്ടിലൊന്നും കാണൂലായിരുന്നു. ഇപ്പൊ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു 2-3 വണ്ടികൾ ഇപ്പൊ ദിവസം കാണുന്നു. ഇപ്പൊ നമ്മുടെ സൈബർ പാർക്കിൽ തന്നെ ഏകദേശം 2 വണ്ടികൾ എക്സ്ട്രാ ഉണ്ട് ഇപ്പൊ. സെക്കൻഡ് ബേസ് മോഡലും സെക്കൻഡ് മോഡലും തന്നെയാണ് തോന്നുന്നു. ഈ 2 മോഡൽ തന്നെയാണ് കണ്ടത്. ടോപ്പ് തന്നെയാണ് അത്ര കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് കാണുന്നത്. ഞാനും ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു വണ്ടി എടുത്തിട്ട് ആൾക്കാർക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടി. പക്ഷെ ഇതിപ്പോ കണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നത് നല്ലൊരു വണ്ടി തന്നെ. നെഗറ്റീവ് സൈഡ് എല്ലാം നമുക്ക് ലാസ്റ്റ് പറയാം. കുറച്ച് കാര്യങ്ങൾ ഏത് വണ്ടിക്കാണെങ്കിൽ നെഗറ്റീവ് ഇല്ലാത്ത വണ്ടി ഇല്ല. ബ്രോ ഇതിപ്പോ എത്ര പ്രൈസ് കൊടുത്തു ബ്രോ ഇപ്പൊ ഇതിന്? ഞാൻ ഏകദേശം ഓൺ റോഡ് അന്ന് കൊടുത്തിരിക്കുന്നത് 12.75 ആയിരുന്നു അന്നത്തെ ഓൺ റോഡ് പ്രൈസ്. കാരണം ഫസ്റ്റ് വണ്ടി തന്നെയായിരുന്നു. ബേസ് മോഡലല്ല, ഫസ്റ്റ് കോഴിക്കോട് കേരളത്തിൽ തന്നെ ഏകദേശം ഫസ്റ്റ് വണ്ടി തന്നെയാണ് തോന്നുന്നു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ 12 അന്ന് ഓഫർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വണ്ടി എക്സ്ചേഞ്ച് പറഞ്ഞിട്ട് പോലും ഓഫർ ഉണ്ടായിരുന്നില്ല, ബോണസ് ഉണ്ടായിരുന്നില്ല. അപ്പം 12.75 ആയിരുന്നു കൊടുത്തത്. പിന്നെ ആക്സസറീസ് അടക്കം 13-18 ആ റേഞ്ചിലാണ് ആയിട്ടുണ്ടായിരുന്നത്. ഷോറൂമിൽ തന്നെ ഞാൻ ഫുള്ള് ചെയ്തത്. കാരണം അന്ന് ഈ വിക്ടോറിയസ് ആരും പുറത്ത് ചെയ്യാത്തതുകൊണ്ട് കൊടുക്കാൻ പേടിയായിരുന്നു. ഇപ്പൊ പുറത്ത് നല്ല ടീംസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. പക്ഷെ വലിയ പറ്റിക്കൽ തോന്നിയിട്ടില്ല. സീറ്റ് കവർ, സീറ്റ്, അതേപോലെ ഫ്ലോർ മാറ്റ്, റെയിൻ ഗാർഡ്, റിവേഴ്സ് ക്യാമറ, ഈ സാധനങ്ങൾ മാത്രം ആവശ്യമുള്ളൂ. പറ്റുകയാണെങ്കിൽ ഫോഗ് ലാമ്പ്, പൈസ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. ഫുഡ് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വെറുതെയാണ്. ഞാൻ വണ്ടി നല്ല ഹൈറ്റ് ഉണ്ട് വിരിച്ചിട്ട് ചെയ്തായിരുന്നു. പിന്നെ റണ്ണിംഗ് ബോർഡിന് സേഫ്റ്റി എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. കാരണം എന്റെ പഴയ വണ്ടിക്ക് റണ്ണിംഗ് ബോർഡ് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്. ശരിക്കും വണ്ടി വരുമ്പോ ബ്രോ ഇപ്പൊ സാധാരണ ഇപ്പൊ ഞാൻ ബലേനോ ഉപയോഗിക്കുന്നുണ്ട്, മാരുതി സുസുക്കിയുടെ തന്നെ. ബലേനോയിലൊന്നും ഒന്നും ബേസിൽ വരുന്നില്ല. ഇതില് കോമൺ ആയിട്ട് എന്ത് വരുന്നുള്ളത്? ഇതില് നമുക്ക് ടച്ച് 7 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ ബാക്കില് ഡിഫോക്കസ് വരുന്നുണ്ട്. സ്പ്ലിറ്റ് സീറ്റ്, മറ്റേ 60-40 സ്പ്ലിറ്റ് സീറ്റ് ആണ് ബാക്കിൽ സീറ്റ് വരുന്നത്. പിന്നെ ഈ കൺട്രോളും കാര്യങ്ങളും ഉണ്ടല്ലോ, സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളും ഉണ്ട്. മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ഉണ്ട്. നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്പീക്കേഴ്സ് 2 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 സ്പീക്കേഴ്സ് ഫ്രണ്ടിൽ റിയർ AC ഉണ്ട്. അത് വലിയ കാര്യമാണ്. റിയർ AC കാരണം ഈ ചൂട് വരുന്നില്ല, ബേസ് മോഡലൊന്നും വരില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കീ കണ്ടുണ്ടല്ലോ, കീ മറ്റേ ഞാൻ കാണിച്ചു തരാം. മറ്റേ ഇതാണ് സ്മാർട്ട് കീ ആണ് വരുന്നത്. അപ്പം ബേസിൽ മുതൽ സ്മാർട്ട് കീ ആണ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു നല്ലൊരു ഫീച്ചറാണ്. കാരണം അത്യാവശ്യം ഞാൻ ആദ്യം നമ്മൾ ഈ സ്മാർട്ട് സ്വിച്ച് ആകുമ്പോൾ എങ്ങനെയെന്ന്
അറിയില്ലായിരുന്നു, നെക്കി കളിക്കലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല നല്ല യൂസ്ഫുൾ ആണ്. അതിപ്പം പോക്കറ്റിൽ ഇട്ടാൽ മതി. ഇത് തിരിക്കേണ്ട ക്രാങ്കിങ്ങിന്റെ സാധനം മറന്നുപോയി. നല്ലൊരു വണ്ടി കേട് വന്നിട്ട് ഞാൻ ക്രാങ്ക് ചെയ്തിട്ട് ഓർമ്മ തന്നെ ഇല്ല. സ്വിച്ച് ഭയങ്കര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സംഭവമാണ്, നമുക്ക് ഈസിയാണ്. പുഷ് ബട്ടൺ വരുന്നുണ്ട്, ബേസ് മോഡൽ പുഷ് ബട്ടൺ വരുന്നുണ്ട്. അതും ഈ ചെറിയ പൈസ അല്ലേ ഉള്ളൂ. അഡാസ് ഇല്ല, അഡാസ് ക്രൂസ് കൺട്രോളും ഇല്ല. അത് സെക്കൻഡ് മോഡൽ മുതലാണ് ക്രൂസ് കൺട്രോൾ. ക്രൂസ് കൺട്രോൾ ഒക്കെ ഇന്ത്യയിൽ AC ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്, ഓട്ടോമാറ്റിക് ആണ്. അപ്പം അത് ഭയങ്കര ഞാൻ പറഞ്ഞാൽ ഇന്ത്യയിൽ ക്രൂസ് കൺട്രോളിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഹൈവേയിലൊക്കെ ക്രൂസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ എത്ര സേഫ്റ്റി ഉണ്ടെന്നുള്ളത് അറിയില്ല. അഡാസ് ഉണ്ടെങ്കിലും ഓക്കെ, കാരണം ഓട്ടോമാറ്റിക് ബ്രേക്ക് പിടിച്ചോളല്ലോ. അല്ലാത്ത വർഷം ക്രൂസ് കൺട്രോളിൽ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ഒരു അത്യാവശ്യത്തിൽ കൂടുതൽ വേണ്ട കാര്യങ്ങളുടെ ബേസിൽ തന്നെ വരുന്നത്. സത്യം, നമ്മളെ ഇത് മാരുതി വണ്ടിയാണെന്ന് ആയിരിക്കണം. കാരണം മാരുതി വണ്ടിയിൽ ഇതൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്തു ബേസ് മോഡൽ കൊടുത്ത് കണ്ടിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ മാരുതിന് പുതിയൊരു യുഗമായിട്ട് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഇന്നലെ എന്തോ ഒരു മാരുതിന്റെ ഹെഡ് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിക്ടോറിയസ് ആണ് നമ്മുടെ പുതിയൊരു യുഗത്തിന്റെ സ്റ്റാർട്ട് ആണെന്നുള്ള രീതിയിൽ പറയാതെ പറഞ്ഞു. ബ്രോ, ഇതിന് പിന്നെ LED ലൈറ്റ് അങ്ങനെ ലൈറ്റ് അത് വരുന്നുണ്ട്. ലൈറ്റ് നമുക്ക് ഹാലജൻ ആണ് ലൈറ്റ് വരുന്നത്. സെക്കൻഡ് മോഡൽ വരെ ഹാലജൻ ആണെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത്. തേർഡിൽ അറിയില്ല. തേർഡ് വരെ ഇൻഫോർടൈൻമെന്റ് സെയിം ആണ്, ഈ സെയിം 7 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റിനാണ് വരുന്നത്. ഹാലജൻ ലൈറ്റ് വരുന്നത് ആണല്ലോ, ലൈറ്റ് അത് ചെറിയൊരു കമ്മിയാണ്, എന്നാലും ഹാലജൻ ആണ് ലൈറ്റ് വരുന്നത്. വേണം നമുക്ക് പുറത്തുനിന്ന് മാറ്റാവുന്നുള്ളൂ തോന്നുന്നു. അത് കുറച്ച് ചെറിയ ഒരു പ്രൊജക്റ്റഡ് LED ആണ്, പക്ഷെ അല്ല പ്രൊജക്റ്റഡ് ഹാലജൻ ആണ്, പക്ഷെ തരക്കേടില്ല. ചെറിയൊരു വെളിച്ചക്കുറവുണ്ട്, അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ചെറിയ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഇപ്പൊ റൈഡ് ഉണ്ടല്ലേ, നമ്മളിപ്പോ ഹൈവേയിലാണ്, ഓൾമോസ്റ്റ് 80 ആണ് പോകുന്നത്. അറിയുന്നില്ല, അത് ഭയങ്കര കുറ്റിയുറപ്പാണ്. അതാണ് വണ്ടീന്റെ ഞാൻ നേരത്തെ റോഡ് പ്രസൻസ് നമുക്ക് റോഡ് മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. ബേസ് മോഡലാണ്, സീറ്റ് ആയിട്ടില്ല, സീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. എന്നിട്ട് ഞാൻ നിൽക്കുന്നത് ഹൈറ്റ് ഏകദേശം. അപ്പൊ നിങ്ങൾക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. ഞാൻ കുറച്ച് കമ്പാരിറ്റീവ്ലി ഹൈറ്റ് കുറവാണ്. അപ്പം എനിക്കും കുഴപ്പമില്ല, നിങ്ങൾക്കും കുഴപ്പമില്ല. അപ്പം ഒരു മീഡിയം സ്ഥലത്താണ് വെച്ചത്. ഇപ്പൊ എനിക്ക് തന്നെ ഡൗട്ട്, ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറ് സീറ്റ് ആയിട്ട് വെക്കണമെന്നുള്ളതാണ്. സീറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു ആക്ടറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി. ആ പുള്ളി ഒക്കെ ചോദിച്ച സമയത്ത് ഞാൻ വെക്കണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുള്ളി അത് പറഞ്ഞു, യെസ് ബ്രോ, അത് നല്ലൊരു ഇതായിരുന്നു. സീറ്റ് ആയിട്ടിന്റെ ആവശ്യമില്ല, കാരണം 10-11 റുപ്യ വെറുതെ മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണം വെക്കാം, വാങ്ങി എന്തായാലും അത്രേ ഉള്ളൂ. നമ്മളൊന്നും കൂടെ ആ ഒരു പോർഷനിലേക്ക് പോകുന്നത് എന്തൊക്കെ ചെയ്തത് ഷോറൂമിൽ ചെയ്തല്ലേ? ഞാൻ പുറത്തൊന്നും ചെയ്തിട്ടില്ല, ഫുള്ള് ഷോറൂമിൽ നിന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സീറ്റ് കവർ ചെയ്തു. ഇന്റീരിയർ വരെയാണ് സീറ്റ് കവർ ആണ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്ലോർ മാറ്റ് 3D മാറ്റ് 5D 3D എന്ന് പറഞ്ഞിട്ടുള്ള മാറ്റ് ഉണ്ട്, ആ സാധനം ചെയ്തു ഇന്റീരിയറിൽ. പിന്നെ ഫുള്ളും പുറത്താണ് ചെയ്തത്. ക്യാമറയാണ്, റിവേഴ്സ് ക്യാമറ ഇല്ല കേട്ടോ, നമ്മുടെ ബേസ് മോഡലിൽ റിവേഴ്സ് ക്യാമറ ഇല്ല. അതുകൊണ്ട് സെൻസർ ഉണ്ടായിരുന്നു, റിവേഴ്സ് ക്യാമറ ഇല്ല. അപ്പം ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം ഒരു 5000-6000 രൂപയുടെ അടുത്താണ് പൈസ ആയിട്ടുണ്ടായിരുന്നത്. സീറ്റിന്റെ കവറിന് ഏകദേശം 10,000. അതേപോലെ ഫ്ലോർ മാറ്റ് എനിക്ക് ഓർമ്മയില്ല, 5 റുപ്യന്റെ അടുത്താണ് തോന്നുന്നു, 5-4 റുപ്യന്റെ അടുത്താണ് അത് ആയിട്ടുണ്ടായിരുന്നത്. റെയിൻ ഗാർഡ് ചെയ്തു. പിന്നെ മറ്റേ നമ്മുടെ ഡോർ തുറക്കുമ്പോൾ തട്ടാതിരിക്കാനുള്ള ആ ബീഡിങ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഡോർമിലുള്ള ആ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ അച്ഛമ്മയൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അവർക്കൊക്കെ കയറാൻ വേണ്ടിട്ട് അവർക്ക് കയറാന്ന് വിചാരിച്ചിട്ടായിരുന്നു വെച്ചത്. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിപ്പോ റണ്ണിംഗ് ബോർഡ് തട്ടാതിരിക്കാൻ വെച്ചു. അപ്പൊ ചില സമയത്ത് ഒരു ട്രാവലറിന്റെ ലുക്ക് ഉണ്ടാവാറുണ്ട്, കളറും അതാണല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഫീൽ അടിച്ചിട്ടുണ്ട്. പക്ഷെ സൈഡിൽ നോക്കും നല്ല കുഴപ്പമില്ല. ഞാൻ കൂളിംഗ് പുറത്തുനിന്ന് ചെയ്തായിരുന്നു, ആദ്യം പറയാൻ വിട്ടു. പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് ചെയ്തായിരുന്നു, കൂളിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം അത്യാവശ്യം നല്ല ബ്രാൻഡ്, നാനോ സെറാമിക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ കേരളത്തിൽ സത്യം എന്താ അറിയോ, അത്രയും ചൂടാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല അതാണ്. അപ്പൊ അതൊരു ടാസ്ക് ആണ്. അപ്പം നല്ലത് കൂളിംഗ് ചെയ്യുന്നതാണ്. കേരളത്തിലെ നല്ല ബ്രാൻഡ് നോക്കി ചെയ്യണതാണ് നല്ലത്. കാരണം അത്യാവശ്യം നല്ല ബ്രാൻഡ് നോക്കി ചെയ്യാത്ത പക്ഷം വെറുതെ ഇപ്പൊ പൈസ ഇപ്പൊ നിങ്ങൾക്ക് ചൂടപ്പല്ലല്ലോ, നമ്മൾ പുറത്ത് നല്ല ചൂടല്ലേ, പൈസ ഇട്ടിട്ടും തണുത്ത് വരുന്നുള്ളൂ. ഇപ്പൊ സെറ്റ് ആയില്ലേ, ഒരു 5 മിനിറ്റ് ഫീൽ ചെയ്യുന്നില്ല, ചൂടില്ലല്ലോ, തീരെ വരുന്നില്ലല്ലോ. അതാണ് ഒരു ഗുണമുള്ളത്. അപ്പൊ പിന്നെ അത് വണ്ടി ഇപ്പൊ പുറത്ത് നിർത്തിയിട്ടാലും തീരെ ചൂടാവില്ല എന്നല്ല, ബട്ട് ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള ചൂടാവും. പക്ഷെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറിക്കോളും, 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ. മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇതാട്ടോ, കാരണം അവർക്ക് ഇത് ചൂട് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ടല്ലോ. ഡാഷ് ക്യാം പഴയ വണ്ടിയിൽ എടുത്തിട്ട് ഞാൻ ചെയ്തതാണ്. ചെറിയൊരു 8,000 റുപ്യന്റെ ചെറിയ സാധനം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. വളരെ ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്, നമ്മളിപ്പോ ഓട്ടോമോട്ടീവ്
കണ്ടന്റ് ചെയ്യണോണ്ട് പറയാണ്, നിങ്ങൾ എന്തായാലും ഡാഷ് ക്യാം വെക്കണം. ചെയ്യണം. അത് ആരും എങ്ങനെയായാലും വേണ്ടില്ല, ഡാഷ് ക്യാം വെക്കണം. അത് മിനിമം ഒരു റിക്വയർമെന്റ് ആയിട്ട്. ഇനി എനിക്ക് തോന്നുന്നു ബേസ് മോഡൽ ബാക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. അതും പറ്റുകയാണെങ്കിൽ മെമ്മറി തന്നെ ഒരു 128 അല്ലെങ്കിൽ 164 കൂടുതൽ. എത്ര ദിവസം നിൽക്കും? ഞാൻ ആദ്യം 32 ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് പെട്ടെന്ന് റിലൈസ് ആയിരുന്നു. ഇപ്പൊ ഞാൻ 128 ഇട്ടു. അപ്പൊ അത് 10 ഇപ്പൊ ഏകദേശം ഒരു മാസത്തിൽ മേലെ നിൽക്കുന്നുണ്ട് തോന്നുന്നു. ഞാൻ കറക്റ്റ് ഇട്ടിട്ടുള്ളൂ, കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുള്ളൂ. മതി, അത് മതിയല്ലോ. സത്യം. കാരണം അതിന്റെ മെയിൻ ഉപയോഗം നമ്മളിപ്പം ഏത് വണ്ടി എടുത്തിട്ട് പോകുമ്പോ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു പ്രൂഫായിട്ട് മാറും. നമ്മളിപ്പം ചിലപ്പോ നിരപരാധിയായിരിക്കും, വേറെ ആള് വന്നിട്ടായിരിക്കും തട്ടുന്നത്, അതൊരു പ്രൂഫായിട്ട് ഉണ്ടാവും. വീഡിയോ ഇതുണ്ടെങ്കിൽ, ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഇതില് വണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ട്. പാർക്ക് ചെയ്ത് അത് ഞാൻ വെച്ചോണ്ട് ഞാൻ അങ്ങനെ പാർക്ക് ചെയ്തിട്ടില്ല, വയറിങ് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ അതിൽ ചില ആൾക്കാർ എനിക്ക് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ബാറ്ററി ഡ്രെയിൻ ചെയ്യോ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഇതിപ്പോ USB A ആണ് ഇതിന്റെ പോർട്ട് ഉണ്ടാവുക. ഞാൻ എന്താ ചെയ്യാച്ചാൽ നമ്മളെ പവർ ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഒരു അറിയാത്ത സ്ഥലത്തൊക്കെ നിർത്തുകയാണെങ്കിൽ ഞാൻ പവർ ബാങ്കിൽ കുത്തിയിട്ട് അവിടെ ഇടും. അതാവുമ്പോ ഏത് ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്യും. അപ്പൊ ഞാൻ ഇന്നാളിപ്പോ ഒരു ഗുരുവായൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സൈഡിലൊക്കെ അവിടെ കാരണം പാർക്കിംഗ് ഒന്നും ഉണ്ട്. അപ്പൊ നമുക്ക് അറിയില്ല വണ്ടിയിൽ എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ള. ശരിക്കും നമ്മളെല്ലാം വണ്ടി പിന്നെ എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു വണ്ടി നമ്മളൊരു കൂടെ ഇല്ല ഒരാളെ പോലെ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ നമുക്കൊരു ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളോ പേടിയാണ്. അത് മകനെ ഡെലിവറിക്ക് പോയ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ചപ്പോ ഞാൻ സ്വിഫ്റ്റ് ആയിരുന്നു അന്ന് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് 2 സൈഡും ഉരച്ചാഞ്ഞു. ഞാൻ അവിടെ ക്യാമറയിലൊക്കെ നോക്കി വണ്ടി എടുത്തു പോകുമ്പോ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് വണ്ടി എടുത്തിട്ട്. അതാണ്. അപ്പൊ അവര് ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ഡാഷ് ക്യാമറ അതിന് ശേഷമാണ് ഞാൻ ഈ പവർ ബാങ്ക് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ചെയ്യുന്നത്. പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ അടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ പവർ ബാങ്ക് ഏകദേശം 5 മണിക്കൂറിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പവർ ബാങ്ക് ചാർജ് കുറച്ച് നല്ല ബ്രാൻഡ് ഉണ്ട്. അത് നമ്മളെ ലോക്കൽ ഷോപ്പിലൊക്കെ പോയാൽ കിട്ടും തോന്നുന്നു. പിന്നെ മാരുതിന്റെ തന്നെ ഉണ്ട്, പക്ഷെ അത് നല്ല റേറ്റ് ഉണ്ട്, 17 രൂപ എന്തോ. പൈസ ഉള്ളവർക്ക് വെക്കാം. അത് കുറച്ചുകൂടി ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ്. ഇത് നമ്മൾ വെച്ചോണ്ട് തന്നെ അത്ര കണ്ടാ അറിയാലോ, ആ ഒരു പ്രശ്നം മനസ്സിലാവുന്നൊന്നുമില്ല. അങ്ങനെ ചെറിയ ബ്രോ നമുക്ക് ഈ വണ്ടിനെ കുറിച്ച് സംസാരിക്കാം. ഇതിന്റെ മൈലേജ് എങ്ങനെയാണ് ഇപ്പം ബ്രോക്ക് കിട്ടുന്നത്? ഇപ്പൊ എനിക്ക് ഏകദേശം 14 സംതിങ് ആണ് കിട്ടുന്നത്. അത് ഒരു സാധനം നോക്കല്ല, നമ്മള് വണ്ടി എടുത്തിട്ട് എന്താ പറയാ നമ്മളെ തോന്നിയ പോലെ ഓടിക്കൂലെ. അപ്പം ഇപ്പൊ ഈ ക്യാമറ വെച്ചോണ്ട് മാത്രം ഞാൻ വല്ല സ്പീഡ് എടുക്കാതെ എന്താ പറയാ ഒരു 80 ക്രൂസ് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ നമ്മളിപ്പോ വന്ന വരവ്. അല്ലെങ്കിൽ 50ന്റെ മേലേക്ക് തന്നെയാണ് പോറ്. ഞാൻ അങ്ങനെ സ്പീഡ് ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല, ഞാൻ ഫാമിലി മാൻ ആണ്. പക്ഷെ ഈ വണ്ടി എടുത്തതിന്റെ ശേഷം എനിക്ക് തോന്നുന്നത് ഞാൻ പോളോ വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യണില്ല. ഇല്ല, ഞാൻ അങ്ങനത്തെ വണ്ടികളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഫോഴ്സ്വാഗൻ അല്ല, അങ്ങനത്തെ വണ്ടികളെ കുറിച്ച് കമ്പയർ ചെയ്യണില്ല. പക്ഷെ ഇത് അത്യാവശ്യം നല്ല പവർ നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് 100ലേക്ക് എത്താൻ പറ്റും. ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂർ സൈഡിലേക്കൊക്കെ പോയ സമയത്തൊക്കെ ഞാൻ ഏകദേശം 100 തന്നെ ഓടിച്ചിട്ടുള്ളൂ. 1 മണിക്കൂറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് 100 കിലോമീറ്റർ ഒക്കെ സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. അറിയൂല, ഫാമിലിക്കും ഇത് ബാക്കിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര സംഭവം. അപ്പൊ ഏകദേശം എനിക്ക് മൈലേജ് 14-15 ആ റേഞ്ചിലാണ് ഹൈവേ പ്ലസ് സിറ്റി കിട്ടുന്നത്. ഞാൻ ടാങ്ക് ടു ടാങ്ക് നോക്കിയതിൽ എനിക്ക് അന്ന് കിട്ടിയത് 200 കിലോമീറ്ററിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 16.9 അങ്ങനെ 17ന്റെ അടുത്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് മെജോറിറ്റിയും ഹൈവേ ആയിരുന്നു കേട്ടോ. അത് ഫുള്ളും ഹൈവേയിലായിരുന്നു ക്രൂസ് ചെയ്തത്. എറണാകുളത്തേക്ക് പോയ ഒരു ഇതായിരുന്നു. ട്രാഫിക് ഇല്ലാത്ത സമയമായിരുന്നു അധികം ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വേണമെങ്കിൽ ഒരു 50 കിലോമീറ്റർ വേണമെങ്കിൽ ഹൈവേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റോഡ് പൊളിഞ്ഞ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു, കുറച്ച് ബ്ലോക്കിൽ പെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതും കൂടി ഇല്ലെങ്കിൽ ഒരു 18 കിട്ടിയതിനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം കുറച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ നോക്കാറുണ്ട് RPM എല്ലാം നോക്കിയിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. ബലേനോക്ക് ശരിക്കും 24 വരെ എനിക്ക് ഇതേപോലുള്ള ഹൈവേയിൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മള് അങ്ങനെ നോക്കി ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അല്ല ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പം CNG മോഡലില് 23 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇതിന്റെ CNG മോഡൽ ബേസ് മോഡൽ CNGക്ക് 23 കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും ഇതാണ് താല്പര്യം, എന്താ പറയാ മൈലേജ് ആണ് താല്പര്യമെങ്കിൽ CNG എടുക്കാം. കാരണം മറ്റേ ഫുൾ ഹൈബ്രിഡ് എല്ലാവർക്കും എടുക്കാനുള്ള പൈസ ഉണ്ടാവണം നിർബന്ധമല്ല. ഫുൾ ഹൈബ്രിഡ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് ആണ്. ഇല്ല 19 അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുൾ ഹൈബ്രിഡ് ആകുമ്പോൾ അതിന് എത്ര മൈലേജ് പറയുന്നുണ്ട്? അതിന് 27 അങ്ങനെയൊക്കെയാണ് മിനിമം പറയുന്നത്. എന്തായാലും കിട്ടും. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. കാരണം അല്ലെങ്കിൽ
ഇപ്പൊ ബോൺ ഇലക്ട്രിക് എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അത് ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ അത്ര ഓട്ടം ഉണ്ടെങ്കിൽ അല്ല ഈ ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കിലേക്ക് മാറുന്നതായിരിക്കും അല്ല ഈ ഒരു സാഹചര്യത്തില്, അല്ലെങ്കിൽ ഈ ഒരു വേരിയന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് എടുക്കണം. CNG നല്ല ഓപ്ഷൻ ആണ്. ഓട്ടം ഉണ്ട്, ബേസ് മോഡൽ മതിയെങ്കിൽ CNG ആയിരിക്കും ബെസ്റ്റ്. കാരണം ഇതിന്റെ CNG അണ്ടർ ബോഡി ആട്ടോ വരിക. അതൊരു ഭയങ്കര കാര്യമാണ്. അത് അടിക്കണമൊന്നുമില്ല. ഞാനിപ്പോ നല്ലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലാണെങ്കിലും നമ്മൾ കാണാം CNG അടിയിൽ ടാങ്ക് കാണൂല. ഐ മീൻ കല്ലടിച്ചിട്ടോ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരില്ല. കാരണം നല്ല ഹൈറ്റിലും ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. നമുക്ക് ലഗേജ് ഒക്കെ വെക്കുകയും ചെയ്യാം. ഫുൾ നമുക്ക് ഫ്രീ ആണ്, ആ ഒരു ഇത് വരുന്നില്ല. സത്യം. അപ്പം അങ്ങനെ സ്പേസ് കുറയുന്നില്ല. ഇപ്പം ഗ്രാൻഡ് വിറ്റാരയ്ക്കൊക്കെ അതാണ് പ്രശ്നമുള്ളത്. അതാണ് ആൾക്കാർക്ക് CNG അക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ്. CNGക്ക് പ്രശ്നമൊന്നുമില്ല ഇപ്പൊ പഴയതുപോലെ അല്ലേ. അതാണ് ഞാൻ അന്ന് ഒരു പ്രശ്നം കമ്പനി ഫിറ്റഡ് അല്ല. അപ്പം പ്രശ്നമൊന്നുമില്ല. മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ CNG എടുക്കുക ബേസ് മോഡലാണെങ്കിൽ. ചെറിയൊരു പിന്നെ നമുക്ക് ഒരു പവർ ഡ്രോപ്സ് ഉണ്ടാവും തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു അത്. ഞാൻ ഇതിന് വേണ്ടിട്ട് ഒരാളെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു മലപ്പുറത്തുള്ള പുള്ളിയാണ്. പുള്ളിനെ വിളിച്ചു വെച്ചു. പുള്ളി അപ്പം ക്രിസ്റ്റയാണ് യൂസ് ചെയ്യണത്. പുള്ളിന്റെ വണ്ടി ഇന്നോവ ക്രിസ്റ്റയാണ്. പുള്ളി പറഞ്ഞു പവർ ഡ്രോപ്പ് ഇല്ല. പുള്ളിന്റെ വണ്ടി വിക്ടോറിയസ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. പുതിയതായിട്ട് വിക്ടോറിയസ് എടുത്തു. പുള്ളി പറഞ്ഞത് ക്രിസ്റ്റ വെച്ച് കമ്പയർ ചെയ്യല്ല, ബട്ട് ക്രിസ്റ്റയാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. മാരുതിന്റെ വണ്ടി ഒരു പവർ ഡ്രോപ്പും കാര്യങ്ങളും ഫീൽ ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്. CNG യൂസ് ചെയ്തിട്ട്. വിക്ടോറിയസ് CNG ബേസ് മോഡൽ യൂസ് ചെയ്യുന്ന ആളാണ്. ഇല്ല അങ്ങനെ എന്നോടും ഷോറൂം എന്നൊക്കെ പറഞ്ഞത് പവർ ഡ്രോപ്സ് ഇല്ല. അങ്ങനെ തന്നെയാണ്, കാണാൻ പറ്റില്ല എന്ന് തന്നെയാ പറഞ്ഞത്. അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരും പറഞ്ഞത്. അതൊക്കെ ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഒന്നും പറയാൻ പറ്റില്ല. പെട്രോളിന് ഇപ്പൊ റേറ്റ് കൂട്ടിയിട്ടുണ്ട്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എഥനോൾ മിക്സ് ആക്കുന്നുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതൊന്നും നമുക്ക് മൈലേജ് ഒന്നും പറയാൻ പറ്റാത്ത വണ്ടി എടുക്കാം. കുറച്ച് നല്ലോണം ഓട്ടോ ഉള്ളവർ EV എടുക്കാം. സത്യം. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ വണ്ടി എന്തിനെടുക്കണം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ കംഫർട്ടാണ്, സേഫ്റ്റിയാണ്, ഫാമിലി വണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഈ 5 സ്റ്റാർ സേഫ്റ്റി ശരിക്കും നിങ്ങൾ എടുക്കുമ്പോ അതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ്. ഈ ഒരു വണ്ടിക്ക് ഇന്ത്യയിൽ തന്നെ പണ്ടൊക്കെ മാരുതി സുസുക്കി എന്ന് പറയുമ്പോ നമ്മളോട് ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോ തന്നെ കമന്റില് പപ്പടം വണ്ടി അങ്ങനെ ഇങ്ങനെയെന്നാണ് ആൾക്കാർ ഒരു പൊതുവെയുള്ള ഒരു ധാരണ. പക്ഷെ മാരുതി സുസുക്കി ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു വിക്ടോറിയസിലും ഡിസയറിലും 5 സ്റ്റാർ സേഫ്റ്റി ആണ് കൊണ്ടുവന്നിട്ടില്ല. ഭാരത് എൻക്യാപ്പിൽ വണ്ടി നല്ല സേഫ്റ്റിയാണ്. അതൊരു കാരണമായിട്ട് തന്നെയാണ് ബ്രോ എടുത്തത്. സത്യം. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് തന്നെ മോനൊക്കെ ഉള്ളതുകൊണ്ട് ഫാമിലി ആയിട്ട് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഇതായിരുന്നു, ചോയ്സ് ആയിരുന്നു. പിന്നെ ഗ്രാൻഡ് വിറ്റാര എടുക്കാഞ്ഞ അതായിരുന്നു. ഗ്രാൻഡ് വിറ്റാരയിലേക്ക് ഡിസൈനിൽ കുറച്ചുകൂടി പ്ലീസിങ് ഗ്രാൻഡ് വിറ്റാരയാണ്. ബ്ലാക്ക് ഒക്കെ കിട്ടും. പക്ഷെ അതിലേക്ക് പോവാത്തതിന്റെ മെയിൻ കാര്യം അതിൽ 4 സ്റ്റാറേ ഉള്ളൂ, ഇതിൽ 5 സ്റ്റാർ ആണ്. ഒരു സ്റ്റാറിന് എന്താണ് ഇപ്പൊ വ്യത്യാസം ചോദിച്ചാൽ ഒന്നും പറയാനൊന്നുമില്ല. ബട്ട് അതൊരു കോൺഫിഡൻസ് അല്ലേ, അത്രേ ഉള്ളൂ. വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് അത്രമാത്രം. ചില വണ്ടി ഇത് പിന്നെ റയലബിലിറ്റി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മാരുതിയുടെ വണ്ടിയാണ്. വേറെ വലിയ മേജർ റീസെയിൽ ഉണ്ട്, വേറെ ഇഷ്യൂസ് കുറവാണ്. ഇപ്പൊ 2 സർവീസ് കഴിഞ്ഞു, അതിലൊന്നും പൈസ ആയിട്ടില്ല. ഈസി ടു യൂസ്, പോക്കറ്റ് ഫ്രീ, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയ ഒരു വണ്ടി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം വിക്ടോറിയസിന്. അതാണ് എനിക്കും ഫീൽ ചെയ്തിട്ട്. ജെന്യൂൻ റിവ്യൂ ആണ്. നമുക്ക് മാരുതി ഒരു 100 രൂപ വരെ വെള്ളം കുടിക്കാൻ വരെ തരുന്നില്ല. നമ്മളെ സ്വന്തം മൂപ്പര് കഷ്ടപ്പെട്ട് കാസർഗോഡ് നമ്മൾ ചെയ്യുന്നതാണ്. ആൾക്കാർക്ക് ഒരു റിയൽ റിവ്യൂ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ടോക്ക് അതന്നെ, 2 വണ്ടി ഇഷ്ടമുള്ള ആൾക്കാർ ടോക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഉപകാരമാവട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ്. അതാണ് സത്യം. അത്ര തന്നെ ഉള്ളൂ അല്ലെ, അതിൽ കൂടുതലോ കുറവൊന്നുമില്ല. ഈ സെഗ്മെന്റ് ഇപ്പൊ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാട്ടോ. പുള്ളി ചോദിക്കില്ല. ഈ സെഗ്മെന്റിൽ ഞാൻ വേറെ നോക്കിയിട്ടാണ് സെൽട്ടോസ് ആയിരുന്നു എനിക്ക് ഇഷ്ടമുള്ള. ബ്രോ കോമ്പറ്റീറ്റർ ആയിട്ട് സെൽട്ടോസ് ആയിരുന്നു. ക്രെറ്റ വരുന്നുണ്ട്. ബ്രസ വരില്ല. ബ്രസ ഇതിന്റെ തൊട്ട് താഴെ വരിക. ഗ്രാൻഡ് വിറ്റാര അല്ലെങ്കിൽ ഹൈ റൈഡർ. ഇതിലെല്ലാം ബെറ്റർ ആയിട്ട് ബ്രോക്ക് തോന്നിയത് തന്നെയാണ്. ഇതെന്താ സംബന്ധിച്ചാൽ ഞാൻ ഓട്ടോമോട്ടീവ് ഈ പരിപാടി ചെയ്യുന്നോണ്ടല്ലേ പണ്ട് മുതലേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 7 സീറ്റർ ആയിട്ട് അവരെ ഇറക്കാൻ നോക്കിയായിരുന്നു. അപ്പൊ അന്ന് മുതലേ എസ്ക്യൂഡോ അങ്ങനെ എന്തോ പേരായിരുന്നു തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു കോഡ് നെയിമില് അവരൊന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഇങ്ങനെ വണ്ടി ഇറങ്ങുന്നുണ്ട്, ഇത് എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇറങ്ങി ഡിസൈൻ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫോഴ്സ് വാഗന്റെ ചായ ആണല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ്. ചില ആൾക്കാർക്ക് പ്ലീസിങ് അല്ലാന്നേ ഉള്ളൂ. അപ്പൊ അച്ഛനൊക്കെ അന്ന് പറഞ്ഞപ്പോ ഇതിന്റെ സെക്കൻഡ് മോഡലാണ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ആ LED ലൈറ്റ് ഉണ്ടല്ലോ കണക്റ്റഡ്, അത് ഉള്ളോണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞു അത് വെച്ചൂടെ എന്നാ ചോദിക്കും. ഏതൊരു ഡിസൈൻ ആണെങ്കിലും ആദ്യം ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു സമയം. പുതിയ സ്വിഫ്റ്റ് എല്ലാം വരുമ്പോ നമുക്ക് ഒരു ആദ്യം ഒരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ടാകുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ടു. അതാണ്. ഇപ്പൊ ഞാൻ ലൈറ്റ് വെക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഷോറൂം ചോദിച്ചപ്പോ അവർ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് വാറന്റി ഇഷ്യൂസ് ഒന്നുമില്ല, നമുക്ക് പുറത്തുനിന്ന് വെക്കാം.
പക്ഷെ വയർ കട്ട് ചെയ്യാവുന്ന മതി. അപ്പൊ ഞാനിപ്പം ഒന്ന് ബഡ്ജറ്റ് വയർ കപ്ലറോ അങ്ങനെ എന്തൊക്കെ പറയണം, അങ്ങനെ ചെയ്യാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതൊക്കെയാണ്. അപ്പൊ ബ്രോ ഇത്രയും വണ്ടീനെ കമ്പയർ ചെയ്തിട്ട് മുമ്പ് തന്നെ നോക്കിയിട്ട് ഇത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ബ്രോ മുമ്പ് വണ്ടി ഏത് ഉപയോഗിച്ചു? സ്വിഫ്റ്റ് ആണ് യൂസ് ചെയ്തത്. ഇല്ല കൊടുത്തു. അപ്പം 1.2 ആണ്, ഇത് 1.5 ആണ്, അത് 1.2 സ്വിഫ്റ്റ്. അത് നല്ല വണ്ടിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സേഫ്റ്റി ഒക്കെ ആയിരുന്നു അതിന്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത്. അപ്പം മോൻ വന്നതിന് ശേഷം എല്ലാ സാധനങ്ങളും മാറി. ചിന്തിക്കാതാണ്. ഇപ്പം വൈഫൊക്കെ അതാ പറഞ്ഞ സ്വിഫ്റ്റിൽ ബാക്കിൽ ഇരിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു, അവൾ ഫ്രണ്ടിൽ മാത്രമേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവള് ബാക്കിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ. കംഫർട്ടബിൾ ആണ്. അപ്പൊ ഫാമിലിക്ക് ഭയങ്കര കംഫർട്ടാണ്. ബാക്കിൽ ഇരിക്കാനാണെങ്കിലും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്, എല്ലാ സാധനങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ വണ്ടി അവൾക്കൊന്നും താല്പര്യം, കാരണം ലോൺ എടുത്തിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പൊ അവർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഞാൻ പോയി ഇരുത്തി, വണ്ടിയെ കൊണ്ട് ഇരുത്തി ബാക്കിലേക്ക് ഇരുത്തിയപ്പോ അന്ന് അടുക്കാൻ വെക്ക് എന്നുള്ള ആ രീതിയിൽ ചെയ്തതിന്റെ ശേഷമാണ്. പിന്നെ വണ്ടി അന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഗ്രാൻഡ് വിറ്റാരയാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞല്ലോ നമ്മളെ വണ്ടിയൊക്കെ തന്നെയാണ് ഫസ്റ്റ് ആ ഒരു സിഗ്നൽ വണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറയാം കോമ്പറ്റീറ്റർ ആയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് ക്രെറ്റ എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം ഓഫറും കാര്യങ്ങളും ഇല്ല. അത് മാത്രമല്ല ക്രെറ്റയ്ക്ക് സേഫ്റ്റി കുറവ് എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. സെൽറ്റോസ് എനിക്ക് ഫീച്ചർ വൈസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ റീസെയിൽ പ്രശ്നമാണ്, ടച്ചും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ സാധാരണക്കാരായതുകൊണ്ട് തന്നെ ചിന്തിച്ചിട്ട് നോക്കി ബുദ്ധിമുട്ട് വരില്ല എന്ന് കണ്ടിട്ട് എടുത്ത വണ്ടിയാണ്. ഫാമിലി പ്ലസ് 5 സ്റ്റാർ വന്നതിന്റെ ശേഷം മാത്രമാണ് മാറ്റിയത്, അല്ലെങ്കിൽ മാറ്റൂലായിരുന്നു, സ്വിഫ്റ്റ് തന്നെ കൊണ്ടുനടക്കുള്ളായിരുന്നു. അപ്പം അങ്ങനെ വെച്ച് ഇപ്പൊ സെൽറ്റോസിനും 5 സ്റ്റാർ ഉണ്ട്. പക്ഷെ പുതിയ സെൽറ്റോസിന് എനിക്ക് ഇത്ര ഇഷ്ടമായില്ല, ആ ലുക്ക് അത്ര ഇഷ്ടമായില്ല. ഇത് തന്നെയാണ് നോക്കിയാണോ ഈ സെഗ്മെന്റിൽ ഇപ്പൊ ഏകദേശം 23,000 വണ്ടികൾ വിൽക്കുന്നുണ്ട് ഈ 3 വണ്ടികൾ വെച്ചിട്ട്. ഗ്രാൻഡ് വിറ്റാര, ഹൈ റൈഡർ, വിക്ടോറിയസ്, ലിറ്ററലി സെയിം വണ്ടികളല്ലേ, ഉള്ളും ഡിസൈൻ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പൊ എല്ലാം കൂടി 23,000, ഇത് മാത്രം 11,000 മാസം വിൽക്കുന്നുണ്ട്. അപ്പം അത് പറഞ്ഞാൽ ചില്ലറ നമ്പർ അല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇതാണ് ഐ ആം സാറ്റിസ്ഫൈഡ്. ഇപ്പൊ വേറെ വണ്ടി നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. വേറെ വണ്ടി നോക്കിയിട്ട് ഇപ്പൊ നമ്മള് ചില സമയത്ത് തോന്നൂലേ വേറെ വണ്ടി പോകുമ്പോ അയ്യോ അതെടുത്താൽ മതി, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഇതിൽ എനിക്ക് ഓട്ടോമാറ്റിക് എടുത്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. ഇതിൽ ഓട്ടോമാറ്റിക് എടുത്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. നല്ല സുഖം. പിന്നെ ഇപ്പൊ ഹൈവേ ആകുമ്പോ പിന്നെ ഇപ്പൊ വലിയ പ്രശ്നമില്ല, വന്നല്ലോണ്ട് കുഴപ്പമില്ല, പോക്കാ വലിയ പ്രശ്നമില്ല. പിന്നെ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല ബ്രോ. ഇതാണ് ഐ എം ഓക്കെ, ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് സജഷൻ. നമുക്കൊരു നെഗറ്റീവ് പറഞ്ഞാലോ? നെഗറ്റീവ് തോന്നിയത് ഞാൻ പറഞ്ഞത് രാത്രി നല്ല ഡിം ആകുമ്പോൾ ലൈറ്റ് മഴ ഈ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ആ ലൈറ്റിന് കുറച്ച് ശോകം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രൊജക്റ്റഡ് ഹാലജന്റെ പ്രശ്നമാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനെ നെഗറ്റീവ് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഹാലജൻ കുറച്ചൊരു പ്രോബ്ലം തന്നെയാണ്. നമുക്ക് ലൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നില്ല. പണ്ട് ഹാലജനെല്ലാം ഭയങ്കര സംഭവം. പക്ഷെ ഇപ്പൊ എല്ലാരും LED ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളത് ഹാലജൻ ആകുമ്പോൾ അതിനൊരു പവർ കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് ലൈറ്റ് ചില ആൾക്കാരും കൂടെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ഇത് അടിച്ചിട്ടൊന്നും കാര്യമില്ല, നിർത്തറാന്ന് പറഞ്ഞിട്ടൊന്നും അടിച്ചിട്ടൊന്നും കാര്യമില്ല, ഇതിനൊന്നും വരുന്നില്ല. പക്ഷെ വേണ്ട ലൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഭയങ്കര ലൈറ്റ് കുറവൊന്നുമല്ല, ബട്ട് ഒരു പൊടിക്ക് കുറച്ചുകൂടി കൂടായിരുന്നു എന്ന് തോന്നിയിട്ടില്ലായിരുന്നു. ഇത്ര പൈസ കൊടുക്കണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കീ സ്മാർട്ട് കീ ആണ്, പക്ഷെ അത് കുറച്ചുകൂടി പ്രീമിയം ആക്കായിരുന്നു തോന്നിയിട്ടുണ്ട്. ഞാൻ കീന്റെ ഫോട്ടോ അങ്ങ് കാണിച്ചു തരാം. അപ്പൊ അത് കുറച്ചുകൂടി ഇത്രയും പൈസ കൊടുക്കുന്നത്. ഇതിപ്പോ ബലേനോയിലാണെങ്കിലും, ബലേനോ നല്ല വണ്ടിയാണ്, പക്ഷെ ഇതിന്റെ ചെറിയ വണ്ടിയിൽ പോലെ ഈ സെയിം കീ ആണ് അവർ യൂസ് ചെയ്യണത്. അപ്പൊ അതിനൊക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്യണോ? ഇപ്പം കീ ഒക്കെ ആ കാര്യത്തിലൊക്കെ നല്ലതാണ്. അപ്പൊ അവര് കീ അടക്കം കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് ഫീച്ചേഴ്സ്. അപ്പൊ ആ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇപ്പം വേറെ വണ്ടി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് വേറെ എനിക്ക് അങ്ങനെ തോന്നില്ല. കളർ കാര്യങ്ങളൊക്കെ സബ്ജക്റ്റീവ് ആണല്ലോ. ബ്ലാക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. റൈഡിങ് അടിപൊളിയാണ്, നിങ്ങൾ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. പിന്നെ വേറെ എഞ്ചിൻ സ്ഥലത്തൊന്നും അങ്ങനെയൊന്നും പ്രശ്നം വന്നിട്ടില്ല. സർവീസിന്റെ കാര്യം അങ്ങനെ സർവീസ് അടിപൊളിയാണ്. ഷോറൂമിലെല്ലാം പോയിട്ടാകുമ്പോ പല ആൾക്കാർ എന്നോട് പറയലുണ്ട് വണ്ടി മാരുതി സുസുക്കിയുടെ വണ്ടിയെല്ലാം അടിപൊളിയാണ്. ഇപ്പൊ ഈ ഇടയായിട്ട് എന്നോട് കുറച്ചൊന്ന് 2 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയതാണ്. വണ്ടി അടിപൊളി വണ്ടിയാണ്, പിന്നെ നമുക്ക് മെയിൻ്റെനൻസ് കുറവാണ്, കാര്യങ്ങളെല്ലാം അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഇപ്പൊ സേഫ്റ്റി ഇറക്കാൻ തുടങ്ങി മാരുതി സുസുക്കി. നമ്മള് പക്ഷെ ഡീലർ എടുത്ത് സർവീസ് എടുത്തതിന് ശേഷം ഡീലർ എടുത്ത് സർവീസിന് പോകുമ്പോൾ അവരെ ഭാഗത്തുനിന്നുള്ള ഒരു റെസ്പോൺസ് വളരെ മോശം, വളരെ മോശമെന്നല്ല, എടുത്ത് കഴിഞ്ഞില്ലേ എന്നുള്ളൊരു മനോഭാവമായി.
നമ്മളടുത്ത് വണ്ടി എടുത്തില്ല, ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പോയിക്കോളൂന്നില്ല, ആ ഒരു ചില സാധനങ്ങളൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. ചില ആൾക്കാർക്ക് അങ്ങനെ സർവീസ് സെന്റർ ബേസ്ഡ് ആയിരിക്കണം. അതെ, ലാസ്റ്റ് ടൈം എനിക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ സർവീസ് സെന്ററിന്റെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എനിക്ക് എന്താ സംഭവം ഉണ്ടായാൽ, ഞാൻ എന്നോട് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു വണ്ടി. അവര് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫീൽ ഉണ്ടായിട്ടുണ്ട്. അത് ആൾക്കാർ പറയുന്ന വണ്ടി. പിന്നെ മാരുതി സുസുക്കി മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി ഇറക്കിയാൽ മാത്രം പോരാ, നമ്മള് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സർവീസും ഡീലർ അടുത്ത് നിന്ന് കിട്ടുമെങ്കിൽ മാത്രമേ ആൾക്കാര് ആ ഒരു റെസ്പോൺസ് ഉണ്ടാവും. കുറ്റല്ല, പക്ഷെ അവര് തരാന്ന് പറഞ്ഞു, പക്ഷെ അവര് ഇതാക്കിയില്ല, എന്താ പറയാ, തിരിച്ചു വീട്ടിൽ കൊണ്ട് തന്നില്ല. അന്നെനിക്ക് വണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പം ഞാൻ ഓഫീസിൽ പറഞ്ഞിരുന്നു വീട്ടിൽ കൊണ്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ വലിയ വണ്ടിയാണ്, അപ്പൊ അവർക്ക് പേടിയായിട്ടാണ് സംഭവം. അവർക്ക് എന്റെ വീട്ടിലേക്കുള്ള ചെറിയ റോഡാണെന്നൊക്കെ പറഞ്ഞപ്പോ അവർക്കൊരു നെഗ് അടിച്ചു തോന്നുന്നു. അങ്ങനെ അവർ കൊണ്ടു തന്നില്ല. പിന്നെ ഞാൻ പോയി രാത്രി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടാണ്. അപ്പൊ അതൊക്കെ കുറച്ചുകൂടി മാന്യമായിട്ട് അവർക്ക് ഡീൽ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്ര നല്ല വണ്ടി ഇറക്കുമ്പോ എല്ലാ സർവീസ് സെന്റർ, ഇപ്പം നമ്മള് ഇതുണ്ടല്ലോ, എന്താ പറയാ, പ്രീമിയം സർവീസ് സെന്റർ ആണെങ്കിലും ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട്. നെക്സ അല്ല, ഇത് മറ്റേണ്ടല്ലോ, എരീന അണ്ടറിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി ഒരു സർവീസ് പരിപാടികളും ഒന്ന് പ്രീമിയം ആക്കിയാൽ നന്നായിരിക്കും തോന്നിയിട്ടുണ്ട്. കാരണം അത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചായയും വേണമെന്നില്ലെങ്കിലും ഒരു ഇത്ര വലിയ വണ്ടിക്ക് എടുക്കുമ്പോ ഒന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ബൈക്കിന്റെ, എന്റെ CB350 RS ആണ് ഹോണ്ടന്റെ. അപ്പൊ ബൈക്കിന്റെ ഷോറൂമിൽ തന്നെ പോയി കഴിഞ്ഞാൽ നല്ല ഭയങ്കര സംഭവമാണ്. ചെറിയ ബൈക്ക്, ചെറിയ പ്രീമിയം ബൈക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിരിക്കും, അത് കുറച്ച് നല്ലതായിരിക്കും. പക്ഷെ വേറെ ഡെലിവറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ഞാൻ സർവീസ് ഒന്നും പ്രശ്നമില്ല. ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ പെയിന്റ് ഒക്കെ ഞാൻ പഠിച്ചതാട്ടോ. ഈ ബേസ് മോഡലില് നമ്മുടെ മിററൊന്നും ബോഡി കളറല്ല. ഞാൻ ഈ ലാസ്റ്റ് ഇപ്പൊ പോയിട്ട് അടിച്ചത്, ഇപ്പത്തെ സർവീസിൽ പോയി അടിച്ചായിരുന്നു. പുള്ളി നല്ല നീറ്റ് പരിപാടിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് പൈസ വരെ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട്, നല്ലതുണ്ട്. സർവീസ് എല്ലാം അങ്ങനെയല്ല, ചില ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇതുകൊണ്ടാണ് പ്രശ്നങ്ങൾ. പഴയ സ്വിഫ്റ്റിലൊക്കെ എനിക്ക് ഇതേപോലെ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് അവസാനം ക്ലെയിം ഒക്കെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് അവരുടെ ഇഷ്യൂ ആയിരുന്നു. പുള്ളി പറഞ്ഞിട്ട് ഞാൻ അവസാനം കയ്യിൽ നിന്ന് 13,000 രൂപ എടുത്ത് കൊടുത്ത് നന്നാക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ എല്ലാ സർവീസ് സെന്ററും കണക്കാണ്. തമ്മിൽ ഭേദം എന്ന് പറഞ്ഞ പോലെ ഇത് ബെറ്റർ ആണ്. അതെല്ലാം ശരിയാക്കി എടുക്കാം. നിങ്ങൾ കസ്റ്റമർ അറിഞ്ഞ് കൈകാര്യം ചെയ്യുക, അവരെ വെറുപ്പിക്കാണ്ടിരിക്കുക. അപ്പം പിന്നെ കൂടുതൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആൾക്കാർക്ക്. പിന്നെ ഇത് ബ്രോ, ഈ കളർ ഇപ്പൊ ഏതാ കളറാണ്? ഇത് മാഗ്മ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. ബേസ് മോഡലിൽ 3 കളറാണുള്ളത്. മാഗ്മ ഗ്രേ, വൈറ്റ്, പിന്നെ സിൽവർ. സിൽവർ വേറെന്തോ സിൽവർ എന്നാണ് അവർ പേര് പറയുന്നത്. വൈറ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അനിയന്റെ വണ്ടി വൈറ്റ് ആയിരുന്നു. ആ വൈറ്റ് ലുക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ വൈറ്റ് വലിയ വണ്ടിയായപ്പോ എനിക്കെന്തോ ബേസ് മോഡല് എനിക്ക് വൈറ്റ് അങ്ങോട്ട് ഇഷ്ടമായില്ല. അതുപോലെ സിൽവർ, എന്റെ പണ്ടത്തെ വണ്ടി സിൽവർ ആയിരുന്നു. സിൽവറിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ എന്ത് സ്ക്രാച്ച് ആയാലും അറിയൂല. അപ്പൊ ഞാൻ സിൽവർ എടുക്കാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ സിൽവർ ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് വന്നപ്പോ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ അതില് ബെറ്റർ ഇതായിരുന്നു. ഞാൻ ബ്ലാക്കിനായിരുന്നു പോയത്. ബ്ലാക്ക് മാരക ലുക്കാണ്. ബ്ലാക്ക് ശരിക്കും എല്ലാ വണ്ടിയും, പ്രത്യേകിച്ച് മാരുതി സുസുക്കിയുടെ ക്രെറ്റ ആണെങ്കിലും എല്ലാം നല്ലൊരു ലുക്കായിട്ട് വന്നിട്ട്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എപ്പോഴും കഴുകണ്ടത്. ഇപ്പൊ ഈ കളർ തന്നെയാണ് പ്രശ്നം. ഇതൊരു ഡാർക്ക് ആയപ്പോൾ കുറച്ച് ഡാർക്ക് കളർ ആണല്ലോ. അപ്പം ഇതിൽ ഞാൻ മറ്റേ കോട്ടിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഞാൻ മറ്റേ ബോറോഫിലോ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടല്ല ഒരു കോട്ടിങ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. അതിന് ഏകദേശം 20 സംതിങ് ആയിട്ടുണ്ട്. അതിപ്പം മറ്റേ വാട്ടർ ഡ്രോപ്പ് ഒക്കെ ആയി കഴിഞ്ഞാല് നമ്മള് ഒന്ന് തുടച്ചാൽ മാത്രം മതി. അത് മറ്റേ ചേമ്പില എഫക്ട് ഉണ്ടല്ലോ, ഹൈഡ്രോഫോബിക് എഫക്ട്, വെള്ളമായി കഴിഞ്ഞാൽ അങ്ങോട്ട് ഒഴുകി പോയിക്കോളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ശേഷം ഈ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് ഒക്കെ വന്നൊക്കെ അതിൽ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറുതിട്ടോ, PPF അല്ല, ബട്ട് പെയിൻ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തുടച്ചാൽ മതി. ഒന്ന് ജസ്റ്റ് പ്രഷർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പോയിക്കോളും, ചളിയൊക്കെ പോയിക്കോളും. അതൊരു ബെനിഫിറ്റ്സ് തന്നെയാണ്. ഇങ്ങനെ പ്രീമിയം വേണ്ടി നിർബന്ധമൊന്നുമല്ല, അത്രേ ഉള്ളൂ. ഞാൻ അന്ന് പോയി ചെയ്തായിരുന്നു. അതന്നെ ചോയ്സ്, അത്രേ ഉള്ളൂ. അതാണ് കളറിനെ കുറിച്ച് പറയാൻ. അതാണ് ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് ഒരു വിക്ടോറിയസ് യൂസർക്ക് പറയാനുള്ളത്. അതായത് ഒരു 5000 കിലോമീറ്റർ ഓടിയതും 10 മാസത്തെ എക്സ്പീരിയൻസ്. ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള 6000ന്റെ അടുത്ത്. ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. ഇനിയും നമുക്ക് വീഡിയോ ചെയ്യാം, ഓടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. എന്തെങ്കിലും കംപ്ലൈന്റ് അപ്പം കമന്റ് ചെയ്തോ, അല്ലെ? ആരും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. നമ്മൾ രണ്ടുപേരും റിപ്ലൈ ചെയ്യും. അതുപോലെ വിക്ടോറിയസിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളും ബ്രോന്റെ ചാനലിലുണ്ട്, അല്ലെ? ഇത് നമ്മൾ നേരത്തെ ഓട്ടോ ഡ്രിഫ്റ്റ് 360 ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി.
നമുക്ക് കണക്ട് സെയിം ആണ് ബ്രോന്റെ രണ്ടും, ഓട്ടോ ഡ്രിഫ്റ്റ് 360. അപ്പം അതേപോലെ ഷെമീം PKM എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ എന്റേതും ഉണ്ട്, ഓട്ടോ ഇതായിട്ട് രണ്ടുപേരും ഒരേ ഫീൽഡിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് നന്ദി. താങ്ക്സ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഞാൻ കാസർഗോഡ് വന്നിട്ട് കോഴിക്കോട് വന്നിട്ട് ബ്രോന്റെ എക്സ്പീരിയൻസ് ഇടുന്നതാണ്. അത്രയും കഷ്ടപ്പെട്ട് അപ്പോ നമ്മളും അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന നമുക്കൊരു നമ്മള് രണ്ടുപേരും ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഇതിലൊന്നും ബെനിഫിറ്റ്സ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല, ഒരു പാഷന്റെ പുറത്ത് പ്ലഷർ. ഒരു വീഡിയോ ചെയ്യുമ്പോൾ സമാധാനം, സന്തോഷം. അപ്പൊ രണ്ടുപേരുടെയും ചാനൽ നിങ്ങൾ ഒന്ന് കേറിയിട്ട് ഇതിപ്പോ ഈ എന്റെ ഒരു ചാനലും ബ്രോന്റെ ചാനലിൽ കേറിയിട്ട് ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ ആൾക്കാരെല്ലാം. അതെ, നമ്മൾ ഇങ്ങനെ പിച്ച വെച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ നല്ല നല്ല കണ്ടന്റ് ആയിട്ട് വരാം. നമ്മൾ പറ്റുകയാണെങ്കിൽ കൂടുതൽ എക്സ്ക്ലൂസീവ് സാധനങ്ങൾ നമുക്ക് രണ്ടാക്കും ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. അപ്പോൾ എന്തായാലും 2 ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. അത്രേ പറയാനുള്ളൂ. മാക്സിമം വണ്ടീന്റെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചോദിച്ചാൽ മതി, നമുക്ക് കഴിയുന്ന എന്ത് സാധനങ്ങളും നമ്മൾ ചെയ്യും. അതാണ് പറയാനുള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.